ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നഴ്സസ് ലൂം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സാംസിന് വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കായ അബ്രഷൻ പ്ലാസന്റയാണ്. എന്താണ് പ്ലാസന്റൽ അബ്രഷൻ, എന്തൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ്, ടൈപ്സ്, ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് മാനേജ്മെന്റ് എന്നൊക്കെ ഡീറ്റെയിൽ ആയി നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ടോപ്പിക്. Definition നോക്കാം. Abruption placenta is a premature separation of placenta during third trimester. Third trimester premature ആയിട്ട് പ്ലാസന്റ യൂട്രൈൻ സെഗ്മെന്റിൽ നിന്ന് സെപ്പറേറ്റ് ആവുന്നതിന് പറയുന്ന പേരാണ് അബ്രഷൻ പ്ലാസന്റ അല്ലെങ്കിൽ പ്ലാസന്റൽ സെപ്പറേഷൻ. നെക്സ്റ്റ് എന്തൊക്കെയാണ് ടൈപ്സ് നോക്കാം. ഫസ്റ്റ് വൺ ആണ് കൺസീൽഡ് അബ്രഷൻ. ഇവിടെ ബ്ലീഡിംഗ് ട്രാപ്ഡ് ഇൻസൈഡ് ദ യൂട്രസ്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇത് യൂട്രസ് ആണ്. ഇവിടെ നോർമലി പ്ലാസന്റ് ഇംപ്ലാന്റ് ആയി. അപ്പം ഈ അബ്രഷൻ പ്ലാസന്റിന്റെ ടൈമിൽ കൺസീൽഡ് അബ്രഷൻ ആണെങ്കിൽ ഇവിടെ സെന്ററിൽ നിന്നായിരിക്കും പ്ലാസന്റ് സെപ്പറേറ്റ് ആയിട്ടുണ്ടാവുക. ഇപ്പം ഇവിടെ നോർമൽ ആണ്, ഇവിടെ സെന്ററിൽ നിന്ന് സെപ്പറേറ്റ് ആയി. അപ്പം ബ്ലീഡിങ് ഇവിടെ തന്നെ ആയിരിക്കും ഉണ്ടാവുന്നത്, ഇവിടെ തന്നെ ട്രാപ്പ് ആയിരിക്കും. വജേന വഴി ബ്ലീഡിങ് പുറത്തേക്ക് പോകത്തില്ല. സെക്കൻഡ് വൺ ആണ് റിവീൽഡ് അബ്രഷൻ. ഇവിടെ വിസിബിൾ വജേന ബ്ലീഡിങ് ആയിരിക്കും. റിവീൽഡ് അബ്രഷന്റെ ടൈമിൽ പ്ലാസന്റ് സെപ്പറേറ്റ് ആവുന്ന സൈഡിൽ നിന്നൊക്കെ ആയിരിക്കും. സൈഡിൽ നിന്ന് സെപ്പറേറ്റ് ആവുന്നു. അപ്പോൾ സൈഡിൽ നിന്ന് സെപ്പറേറ്റ് ആകുമ്പോഴത്തേനും ബ്ലഡ് ഈ സൈഡിൽ വഴി കൂടെ വജേനയിലേക്ക് വരുന്നു. അങ്ങനെ നമുക്ക് വജേന ബ്ലീഡിങ് വിസിബിൾ ആയിരിക്കും. തേർഡ് വൺ ആണ് മിക്സ്ഡ്. മിക്സ്ഡ് ആണെങ്കിൽ ബോത്ത് കൺസീൽഡ് ആൻഡ് റിവീൽഡ് ആയിരിക്കും. മിക്സ്ഡ് ആണെങ്കിൽ സെന്ററിൽ നിന്ന് അബ്രഷൻ ഉണ്ടാവും, സെപ്പറേഷൻ ഉണ്ടാവും, സൈഡിൽ നിന്നും ഉണ്ടാവും. അപ്പം അതുമൂലം കുറച്ച് ബ്ലഡ് ഇവിടെ യൂട്രസിൽ തന്നെ ട്രാപ്പ് ആവും, കുറച്ച് വജേന വഴി നമുക്ക് വിസിബിൾ ആയിരിക്കും. ഇത്രയാണ് ടൈപ്സ്. ഓക്കെ, നെക്സ്റ്റ് എന്തൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഹൈപ്പർ ടെൻഷൻ ഓർ പ്രീ എക്ലാംഷ്യ. BP കൂടുമ്പോൾ അത് ബ്ലഡ് വെസൽസിൽ വാസോസ്പാസം ഉണ്ടാക്കുന്നു, അതായത് ബ്ലഡ് വെസൽസിൽ ടൈറ്റനിങ് ഉണ്ടാക്കുന്നു. അപ്പോൾ പ്ലാസന്റയിലേക്ക് ഇനഫ് ആയിട്ടുള്ള ബ്ലഡ് സപ്ലൈ കിട്ടുന്നില്ല, അത് പ്ലാസന്റയിനെ വീക്കും ഫ്രജൈലും ആക്കുന്നു. അതുപോലെ BP കൂടുമ്പോൾ സ്മോൾ ബ്ലഡ് വെസൽസ് റപ്ചർ ആവുന്നു. യൂട്രൈൻ വാളിലെയും പ്ലാസന്റയിലും ഒക്കെ സ്മോൾ ബ്ലഡ് വെസൽസ് റപ്ചർ ആയി അത് ബ്ലീഡിങ്ങിലേക്ക് ലീഡ് ചെയ്യുന്നു. ഈ ബ്ലീഡിങ് മൂലം അവിടെ ഹെമറ്റോമ ഉണ്ടാവുന്നു. അപ്പോൾ ഈ ഹെമറ്റോമ പ്ലാസന്റയുടെ അബ്രഷനിലേക്ക് ലീഡ് ചെയ്യുന്നു. നെക്സ്റ്റ് റിസ്ക് ഫാക്ടർ ആണ് ട്രോമ, ഫോൾ ഓർ ആക്സിഡന്റ്. അതിൽ ഫോൾ അല്ലെങ്കിൽ ആക്സിഡന്റ് ഒക്കെ ആകുമ്പോഴത്തേനും അത് പ്ലാസന്റയിലേക്ക് കൂടുതൽ പ്രഷർ ഉണ്ടാക്കുന്നു, അതുമൂലം അബ്രഷനിലേക്ക് ലീഡ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ആണ് സ്മോക്കിംഗ് ഓർ കൊക്കൈൻ യൂസ്. കൊക്കൈൻ യൂസ് അല്ലെങ്കിൽ സ്മോക്കിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേനും അത് സ്പൈറൽ ആർട്ടറീസിൽ ഡാമേജ് ഉണ്ടാക്കുന്നു, അതുമൂലം പ്ലാസന്റയിൽ അബ്രഷൻ ഉണ്ടാകുന്നു. നെക്സ്റ്റ് പ്രീവിയസ് അബ്രഷൻ. ലാസ്റ്റ് വൺ സഡൻ യൂട്രൈൻ കംപ്രഷൻ. പെട്ടെന്ന് യൂട്രൈനിൽ കംപ്രഷൻ ഉണ്ടാകുമ്പോഴത്തേനും, യൂട്രസിൽ കംപ്രഷൻ ഉണ്ടാകുമ്പോഴത്തേനും അത് പ്ലാസന്റയിൽ പ്രഷർ കൂട്ടി അത് അബ്രഷനിലേക്ക് ലീഡ് ചെയ്യുന്നു. ഇത്രയൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് എന്തൊക്കെയാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ ആണ് പെയിൻഫുൾ വജേന ബ്ലീഡിങ്. ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അബ്രഷൻ പ്ലാസന്റയിൽ പെയിൻഫുൾ ആയിട്ടുള്ള വജേന ബ്ലീഡിങ് ആയിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് ബ്ലീഡിങ് ഈസ് യൂഷ്വലി ഡാർക്ക് റെഡ്. ഡാർക്ക് ആയിട്ടുള്ള റെഡ് കളർ ബ്ലീഡിങ് ആയിരിക്കും ഉണ്ടാവുക. സിവിയർ അബ്ഡോമിനൽ പെയിൻ, ഫേം ടു ബോർഡ് ലൈക്ക് അബ്ഡമൻ. അബ്ഡമൻ ഭയങ്കര ഫേം ആയിരിക്കും, അല്ലെങ്കിൽ കട്ടിയുള്ള അബ്ഡോമൻ ആയിരിക്കും. പിന്നെ റിജിഡ് ആൻഡ് ടെൻഡർ യൂട്രസ് ആയിരിക്കും. നെക്സ്റ്റ് ഫീറ്റൽ ഡിസ്ട്രസ് ഓർ ആബ്സെന്റ് ഫീറ്റൽ ഹാർട്ട് സൗണ്ട്സ്. ഫീറ്റൽ ഡിസ്ട്രസ്, ആദ്യം ഫീറ്റൽ ഭയങ്കര ഡിസ്ട്രസ് ആയിരിക്കും, പിന്നീട് ഹാർട്ട് സൗണ്ട് കുറയുന്നു അല്ലെങ്കിൽ ആബ്സെന്റ് ആവുന്നു. ഫീറ്റൽ ഹാർട്ട് സൗണ്ട് ആബ്സെന്റ് ആവുന്നു. ഇതൊക്കെയാണ് അബ്രഷൻ പ്ലാസന്റയുടെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. മെയിൻ ആയിട്ടുള്ളത് ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പെയിൻഫുൾ ആയിട്ടുള്ള വജേന ബ്ലീഡിങ്, പിന്നെ ഫേം ബോർഡ് ലൈക്ക് അബ്ഡമൻ അല്ലെങ്കിൽ റിജിഡ് ആയിട്ടുള്ള അബ്ഡമൻ ആയിരിക്കും, പിന്നെ ഫീറ്റൽ ഹാർട്ട് സൗണ്ട് ആബ്സെന്റ് ആയിരിക്കും. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. നെക്സ്റ്റ് എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് നോക്കാം. ഫസ്റ്റ് മറ്റേണൽ, അമ്മയ്ക്ക് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ആണ് ഹെമറേജിക് ഷോക്ക്. ഇവിടെ ബ്ലീഡിങ് ഉണ്ടാവുന്ന അമ്മയ്ക്ക് ബ്ലീഡിങ് മൂലം ബ്ലഡ് ലോസ് ആയിട്ട് അത് ഷോക്കിലേക്ക് ലീഡ് ആവാം. നെക്സ്റ്റ് വൺ ആണ് DIC, ഡിസമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കൊയാഗുലോപ്പതി. DIC എന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലാസന്റ് സെപ്പറേറ്റ് ആവുന്നു, അപ്പോൾ ഡാമേജ് ആയ ടിഷ്യൂസ് ത്രോംബോപ്ലാസ്റ്റിനെ റിലീസ് ആക്കുന്നു, അത് ക്ലോട്ടിങ്ങിനെ ട്രിഗർ ആക്കുന്നു. അപ്പോൾ അബ്നോർമൽ ആയിട്ടുള്ള ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് റിലീസ് ആവുന്നു. ബ്ലഡ് വെസൽസിലേക്ക് അബ്നോർമൽ ആയിട്ടുള്ള ക്ലോട്ടിങ് അല്ലെങ്കിൽ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് റിലീസ് ആവുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേനും ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് അബ്നോർമൽ ആയിട്ട് ഒരുപാട് റിലീസ് ആയി കഴിയുമ്പോഴത്തേനും ക്ലോട്ടിംഗ് ഫാക്ടർ ഇനഫ് ആയിട്ടുള്ളത് ബോഡിയിൽ ഉണ്ടാവത്തില്ല. അപ്പോൾ ബോഡിയിൽ ക്ലോട്ടിംഗ് ഫാക്ടർ കുറയുമ്പോൾ അത് പേഷ്യന്റിലെ എല്ലായിടത്തുനിന്നും പിന്നെയും ബ്ലീഡിങ് ഉണ്ടാക്കുന്നു. ഒരു അറ്റ് എ ടൈം ഇവിടെ പേഷ്യന്റ് ക്ലോട്ടിംഗ് ഉണ്ടാവും. ക്ലോട്ടിംഗ് ഉണ്ടായി കഴിയുമ്പോഴത്തേനും അതിന് ക്ലോട്ടിംഗ് ഫാക്ടർ പിന്നീട് ഒരുപാട് റിലീസ് ആയി കഴിയുമ്പോഴത്തേനും പിന്നീട് ബോഡിയിൽ ഇനഫായിട്ട് ഉണ്ടാവത്തില്ല. അതുമൂലം എല്ലായിടത്തുനിന്നും വീണ്ടും ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നു. അതാണ് DIC. നെക്സ്റ്റ് കോംപ്ലിക്കേഷൻ ആണ് റീനൽ ഫെയിലിയർ. ഇവിടെ
ബ്ലീഡിങ് ഉണ്ടാവുന്നത് മൂലം ബ്ലഡ് ലോസ് മൂലം കിഡ്നിയിലേക്ക് പ്രോപ്പർ ആയിട്ടുള്ള ബ്ലഡ് സപ്ലൈ ഉണ്ടാവുന്നില്ല, അത് കിഡ്നി ഫെയിലിയറിലേക്ക് ലീഡ് ആവുന്നു. ഇനി ഫീറ്റസിന് എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് നോക്കാം. ഫീറ്റൽ ഡിസ്ട്രസ് ഉണ്ടാവുന്നു, അതായത് പ്രോപ്പർ ആയിട്ടുള്ള പ്ലാസന്റ് വഴിയായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ബ്ലഡ് സപ്ലൈ അല്ലെങ്കിൽ ഓക്സിജൻ സപ്ലൈ ഫീറ്റസിന് കിട്ടാതെ വരുമ്പോഴത്തേനും ഫീറ്റൽ ഡിസ്ട്രസിലേക്കും പ്രീ ടൈം ബർത്തിലേക്കൊക്കെ ലീഡ് ചെയ്യുന്നത്. അതുപോലെ ഇൻട്രാ യൂട്രൈൻ ഫീറ്റൽ ഡിസ്ട്രസ് മൂലം ഇൻട്രാ യൂട്രൈൻ ഫീറ്റൽ ഡെത്തിലേക്ക് ലീഡ് ആവാം. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ്. ഓക്കെ, നെക്സ്റ്റ് എന്തൊക്കെയാണ് മാനേജ്മെന്റ് നോക്കാം. ബെഡ് റെസ്റ്റ്, പ്രോപ്പർ ആയിട്ടുള്ള ബെഡ് റെസ്റ്റ് കൊടുക്കുക. IV ഫ്ലൂയിഡ്സ് ആൻഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ഇവിടെ ബ്ലഡ് ലോസ് ഉണ്ടാവുന്നുണ്ട്, അതുപോലെ അത് ഷോക്കിലേക്കൊക്കെ ലീഡ് ആവാം. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ IV ഫ്ലൂയിഡ്സും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനൊക്കെ കൊടുക്കുന്നു. കണ്ടിന്യൂസ് ഫീറ്റൽ മോണിറ്ററിങ്, ഇവിടെ ഫീറ്റസിന് ഡിസ്ട്രസ് വരാൻ ചാൻസ് ഉണ്ട്. ഫീറ്റൽ മോണിറ്ററിങ് നമ്മൾ കണ്ടിന്യൂസ് ചെക്ക് ചെയ്യുക. എമർജൻസി ഡെലിവറി ഇഫ് സിവിയർ ആയിട്ടുള്ള പ്ലാസന്റൽ അബ്രഷൻ ആണെങ്കിൽ എമർജൻസി ആയിട്ട് ഡെലിവറി ചെയ്യുക. ഒബ്സർവ് ഫോർ DIC ഉണ്ടെന്ന് ഒബ്സർവ് ചെയ്യുക, കാരണം പേഷ്യന്റിന് ബ്ലീഡിങ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം സീപ്പേജ് ഓഫ് ബ്ലഡ് ഫ്രം IV സൈറ്റിലൊക്കെ എപ്പോഴും ചെക്ക് ചെയ്യുക, കാരണം പെട്ടെന്ന് IV സൈറ്റിൽ നിന്നൊക്കെ ബ്ലഡ് ഒഴുകാൻ ചാൻസ് ഉണ്ട്, പുറത്ത് വരാൻ ചാൻസ് ഉണ്ട്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പേഷ്യന്റിന് DIC ആണെന്നാണ്. ഓക്കെ, ഇത്രയൊക്കെയാണ് മാനേജ്മെന്റ്സ്. ഇത്രയാണ് അബ്രഷോ പ്ലാസന്റ. നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. അബ്രഷോ പ്ലാസന്റ എന്ന് പറഞ്ഞാൽ പ്രീമച്വർ ആയിട്ട് പ്ലാസന്റെ സെപ്പറേഷൻ ആണ്. യൂഷ്വലി കാണുന്നത് 3rd ട്രൈമസ്റ്ററിലാണ്. മെയിൻ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, പ്രിയക്ലാംഷ്യ, അതുപോലെ സ്മോക്കിംഗ്, കൊക്കൈൻ യൂസ്, പിന്നെ യൂട്രൈൻ ഡീകംപ്രഷൻ, പ്രീവിയസ് ഹിസ്റ്ററി, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സയൻസ് സിംറ്റം എന്ന് പറഞ്ഞാൽ പെയിൻഫുൾ ആയിട്ടുള്ള വജൈന ബ്ലീഡിങ് ആയിരിക്കും, അതുപോലെ യൂട്രസ് ടെൻഡർ റിജിഡ് ആയിരിക്കും, പിന്നെ അബ്ഡമൻ ഭയങ്കര ഫേം ആയിരിക്കും, അല്ലെങ്കിൽ ബോർഡ് ലൈക്ക് ആയിട്ടുള്ള അബ്ഡമൻ ആയിരിക്കും, സിവിയർ ആയിട്ടുള്ള അബ്ഡമന് പെയിനും, പിന്നെ ഫീറ്റൽ ഡിസ്ട്രസ് ഒക്കെ ഉണ്ട്. ഇതായിരിക്കും മെയിൻ ആയിട്ടുള്ള സയൻസ് സിംറ്റംസ്. കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഹെമറേജിക് ഷോക്ക് വരാനും റീനൽ ഫെയിലിയർ DIC ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ കുഞ്ഞിനാണെങ്കിൽ ഫീറ്റൽ ഡിസ്ട്രസിലേക്കും ഫീറ്റൽ ഡെത്തിലേക്കൊക്കെ ലീഡ് ആവാൻ ചാൻസ് ഉണ്ട്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ബെഡ് റെസ്റ്റ് കൊടുക്കുക, അതുപോലെ ഷോക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി IV ഫ്ലൂയിഡ്സും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനും ഒക്കെ കൊടുക്കുക. പിന്നീട് എമർജൻസി ആയിട്ട് സിവിയർ കേസിൽ എമർജൻസി ആയിട്ടുള്ള ഡെലിവറി അടുത്ത്, അതുപോലെ DIC ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള മാനേജ്മെന്റ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അതുപോലെ ഏതെങ്കിലും ടോപ്പിക്കുകൾ ആവശ്യമുണ്ടെങ്കിലും കമന്റ് ചെയ്യുക. കൂടുതൽ നഴ്സിംഗ് എക്സാം വീഡിയോസിനും ടിപ്സിനുമായിട്ട് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.